കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് ഹീറോ ഡ്രിങ്ക് ചെയ്തുകൊണ്ട് ഹീറോ ഒരു ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി ഇവളെ കിടത്തും. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ രാവിലെ ഹീറോ ഇവളുടെ ബ്രദറിനെ വിളിച്ചിട്ട് ചോദിക്കും, നിനക്ക് അമ്മയുടെ കാര്യം അറിയാമായിരുന്നല്ലോ, പിന്നെ എന്താ എൻ്റെ അടുത്ത് ഒന്നും പറയാതിരുന്നേന്ന്. അപ്പോൾ ഇവളുടെ ബ്രദറും പറയും, നീ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചാൽ പറയാത്തതെന്ന്. എന്നിട്ട് ഇവള് ഹീറോയെ കാണാതെ അവിടെ നിന്ന് പോകാമെന്ന് നോക്കുമ്പോൾ ഹീറോ ഇവളെ കാണും. എന്നിട്ട് ഇവർ രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കും. അവിടെ വെച്ച് ഹീറോ ഇവളുടെ അമ്മ വേറെ മാരേജ് ചെയ്ത കാര്യമൊക്കെ പറയും. ഇത് കേട്ട് ഹീറോയും ഇവളെ ആശ്വസിപ്പിക്കും. അതിനുശേഷം ഹീറോയിൻ പെറ്റ് ഷോപ്പിൽ പോയിട്ട് ജിന്നിൻ്റെ അടുത്ത് കുറച്ച് ദിവസത്തേക്ക് ലീവ് ചോദിക്കും. അവനും ഇവൾക്ക് ലീവ് കൊടുക്കും. അങ്ങനെ ഇവള് ലീവൊക്കെ എടുത്ത് ഇവളുടെ വീട്ടിൽ പോകും. ഇവളുടെ അച്ഛനെ മൈൻഡ് ചെയ്യാതെ നേരെ ഇവളുടെ റൂമിൽ പോയി വിഷമിച്ചിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഇവളുടെ ബ്രദറും ഇവളുടെ അടുത്ത് സംസാരിക്കാൻ വരും. എന്നാൽ ഇവൾ ആരടുത്തും മിണ്ടൂല. ഈ കാര്യങ്ങളൊക്കെ ഇവളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചോണ്ട് ഹീറോയിൻ ഇവളുടെ അമ്മയുടെ അടുത്ത് എത്ര ദേഷ്യപ്പെട്ടാലും ഇവൾക്ക് ഇവളുടെ അമ്മയെ മിസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഇവളുടെ അമ്മ ഇവളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരും. എന്നാൽ ഇവള് ഡോർ ഓപ്പൺ ആക്കൂല. അപ്പോൾ ഇവളുടെ അമ്മയും അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവളുടെ അമ്മ ഹീറോയെ കണ്ടിട്ട് പറയും, ഹീറോയിൻ ഇപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യത്തിലാണ്, സോ നീ വേണം അവളെ ഒന്ന് നോക്കാനെന്നും പറഞ്ഞ് ഇവളുടെ അമ്മ അവിടെ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ ഹീറോ ഇവളെ നല്ല പോലെ കെയർ ഒക്കെ ചെയ്യും. അതിനുശേഷം ഇവർ രണ്ടുപേരും ഹീറോൻ്റെ വീട്ടിൽ പോകും. അവിടെയും ഹീറോ ഇവളെ സേഫായി കൊണ്ടുപോകും. ഹീറോൻ്റെ പാരൻസ് ഇവളെ കണ്ടുകൊണ്ട് ഒരുപാട് ഹാപ്പിയാവും. അവരും ഇവളുടെ അടുത്ത് ഓരോന്നൊക്കെ സംസാരിക്കും. എന്നിട്ട് ഹീറോയിൻ്റെ റൂമിൽ പോയി ഇവർ രണ്ടുപേരുടെയും ചൈൽഡ്ഹുഡ് ഫോട്ടോസൊക്കെ നോക്കും. ഇതൊക്കെ നോക്കുമ്പോൾ ഹീറോയിൻ്റെ കൂടെയുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ആലോചിക്കും. ഈ ഒരു സമയം ഹീറോയിനും ചെറുതായിട്ട് ഹീറോയിൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടാവും. അതിനുശേഷം ഇവർ യൂണിവേഴ്സിറ്റിയിൽ വരും. അങ്ങനെ ഒരു ദിവസം ഹീറോയെ സൈക്കിളിൻ്റെ ബാക്കിലിരുത്തി സൈക്കിൾ ഓട്ടിക്കും. എന്നാൽ പെട്ടെന്ന് ഹീറോ സൈക്കിളിൽ നിന്ന് വന്ന് വീഴും. അവൻ്റെ കൈക്കും നല്ല പരിക്ക് പറ്റും. അതുകൊണ്ട് ഹീറോയിൻ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഡോക്ടർ ഇവൻ്റെ കൈൻ്റെ സ്കാൻ കണ്ടിട്ട് പറയും ഹീറോൻ്റെ കൈക്ക് ഒരു കുഴപ്പവുമില്ലെന്ന്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഹോസ്പിറ്റലിലാണ് ഹീറോയിൻ്റെ അമ്മ ജോലി ചെയ്യുന്നത്. സോ ഹീറോയിൻ ഇവളുടെ അമ്മയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറോ കൈക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ വന്നത്. എന്നിട്ട് ഹീറോയിനെ ഇവളുടെ അമ്മയായിട്ട് മീറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഹീറോ അറിയാത്ത പോലെ അവിടെ നിന്ന് പോകും. ഇവളുടെ അമ്മയെ ഇവളുടെ അടുത്ത് ഓരോന്നും സംസാരിക്കാൻ ട്രൈ ചെയ്യും. എന്നിട്ട് ഇവളെ ഒരു റെസ്റ്റോറൻറ്റിൽ കൂട്ടിയിട്ട് പോകും. എന്നാൽ ഹീറോയിൻ ഇവളെ അമ്മയുടെ അടുത്ത് ഇപ്പോഴും ദേഷ്യത്തിലാണ്. അതുകൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകും. അടുത്ത ദിവസം ഹീറോയിൻ്റെ ഫ്രണ്ട് സൂസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജ് ബിൽഡിങ്ങിൻ്റെ മുകളിലിരിക്കും. ഇവൻ ഇങ്ങനെ സൂസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്നത് ഹീറോയിൻ്റെ റൂംമേറ്റ് പെണ്ണിനെ പ്രൊപ്പോസ് ചെയ്യാനാണ്. ഈ പെണ്ണ് ഇവൻ്റെ അടുത്ത് വരും. അപ്പോൾ ഇവൻ ഒരു ചെയിനൊക്കെ കൊടുത്ത് ഇവളെ പ്രൊപ്പോസ് ചെയ്യും. ഇവൻ്റെ പ്രൊപ്പോസ് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അന്ന് നൈറ്റ് ഹീറോയിൻ കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്ത് ഹീറോയിനെ പ്രൊപ്പോസ് ചെയ്യും. ഇവളും ഹീറോയിൻ്റെ പ്രൊപ്പോസ് അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ അതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഇതെല്ലാം ഹീറോയിൻ്റെ സ്വപ്നമാണ്. അപ്പോൾ ഇവളും വിചാരിക്കും എനിക്ക് ഹീറോ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ സ്വപ്നം കണ്ടതെന്ന്. എന്നിട്ട് ജിൻ ഇവളെ ഫോൺ ചെയ്തിട്ട് പറയും, പെറ്റ് ഷോപ്പിലുള്ള ഒരു ഡോഗ് കാണാനില്ല, നീ പെട്ടെന്ന് വാ, നമുക്ക് കണ്ടുപിടിക്കാമെന്ന്. ഇവളും ഇത് കേട്ട് പേടിച്ച് ഓടി വരും. എന്നാൽ ജിന്നാണെങ്കിൽ ആ ഡോഗിനെയും കൊണ്ടുവന്ന് ഹീറോയിനെ പ്രൊപ്പോസ് ചെയ്യും. ഇതിനു വേണ്ടിയാണ് ഹീറോയിനെ ജിൻ ഇവിടോട്ട് വിളിച്ചത്. എന്നാൽ ഹീറോയിൻ നമുക്ക് ഫ്രണ്ട്സായിട്ട് ഇരിക്കാമെന്നും പറഞ്ഞ് ഇവനെ റിജക്റ്റ് ചെയ്യും. കാരണം ഹീറോയിൻ ഇപ്പോൾ ഹീറോയെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ ജിന്നിൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടിട്ട് ഇവളുടെ ബ്രദർ പറയും, ജിന്ന് കാണാനൊക്കെ കൊള്ളാലോ, നിനക്ക് ഇവനെ കല്യാണം കഴിച്ചുകൂടെയെന്ന്. അപ്പോൾ ഇവളുടെ ബ്രദറിൻ്റെ അടുത്ത് പറയും, ജിന്നും ഞാനും ഫ്രണ്ട്സാണ്, എനിക്ക് ഹീറോയാണ് ഇഷ്ടമെന്ന്. ഇത് കേട്ട് ഹീറോയും അവിടെ വരും. ഹീറോയിനെ ഇത് എങ്ങനെയും സോൾവ് ആക്കി വിടും. അടുത്ത ദിവസം ഹീറോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ബർത്ത്ഡേ നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹീറോയിൻ ഇവളുടെ കയ്യിലിരുന്ന പൈസയൊക്കെ വെച്ച് ഒരു കേക്ക് വാങ്ങും. എന്നിട്ട് ഹീറോയിൻ്റെ റൂമിൽ പോകും. അവിടെ ഹീറോ നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ ഇവളൊരു മാർക്കർ എടുത്ത് ഇവൻ്റെ മുഖത്ത് ഓരോന്നൊക്കെ വരച്ചു വയ്ക്കും. ഇടയ്ക്ക് വെച്ച് ഹീറോ എണീക്കും. എന്നാലും അവൻ ഉറങ്ങുന്ന പോലെ ആക്ട് ചെയ്ത് കിടക്കും. എന്നിട്ട് അവൾ പോയ ശേഷം ഇവൻ ഓടിപ്പോയി ഇവൻ്റെ മുഖമൊക്കെ കഴുകും. എന്നിട്ട് ഹീറോയിൻ കേക്ക് സെറ്റാക്കിയിട്ട് ഹീറോയ്ക്ക് ബർത്ത്ഡേ വിഷ് പറയും. ഈ ഒരു സമയം ഹീറോ ഇവളെ പ്രൊപ്പോസ് ചെയ്യും. ഇവൾ ഒരുപാട് ഹാപ്പിയായി അത് അക്സെപ്റ്റ് ചെയ്യും. ഈ ഒരു സമയം കറക്റ്റായി ഹീറോൻ്റെ ഫ്രണ്ട്സും അവിടെ വരും. ഈ സമയം ഇവർക്ക് ഓക്വേർഡായി ഫീൽ ചെയ്യും. എന്നിട്ട് ഒരു കപ്പിൾ എങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യുമോ അതുപോലെ ഇവരും എൻജോയ് ചെയ്യും. ഹീറോയും ഹീറോയിനും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന ജിന്നും കാണും. അവന് ഒരുപാട് വിഷമായി അവിടെ നിന്ന് പോവും. എന്നിട്ട് ഇവരൊരു പാർക്കിൽ പോവും. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് ഹാപ്പി ആയിരിക്കും. അങ്ങനെ കോളേജ് ലീവിന് ഹീറോയിൻ്റെ വീട്ടിൽ ഇവർ പോവും. ഹീറോയിൻ്റെ അമ്മയ്ക്കും ഹീറോയിനെ ഒരുപാട് ഇഷ്ടമാവും. എന്നിട്ട് ഇവർ പുറത്ത് ഓരോന്ന് സംസാരിച്ച് നടക്കും. ഈ ഒരു സമയം അവിടെ നല്ലപോലെ മഞ്ഞും പെയ്യും.
എന്നിട്ട് ഇവരൊരു കടയിൽ പോയി ഫുഡ് കഴിക്കും. ആ കടയിലുള്ള ലേഡിയും ഇവരെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും നല്ല മാച്ച് എന്നൊക്കെ പറയും. ഇത് കേട്ട് ഇവർക്ക് ഒരുപാട് ഹാപ്പി ആവും. നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ്റെ ബ്രദറിനെയാണ് കാണിക്കുന്നത്. അവനൊരു എക്സാമിന് പാസ്സായതുകൊണ്ട് ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ ഇവന് അഡ്മിഷൻ കിട്ടും. അതുകൊണ്ട് ഇവൻ എല്ലാവർക്കും ട്രീറ്റ് ചെയ്യാണ്. അടുത്ത ദിവസം ഹീറോയിൻ്റെ റൂംമേറ്റ് ബൈക്ക് റേസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇവൾ അതിൽ നിന്ന് വന്ന് വീഴും. അപ്പോൾ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യും. ഹീറോയിൻ ഇവളെ വന്ന് കണ്ടിട്ട് ഓരോന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കും. നെക്സ്റ്റ് സീനിൽ ഹീറോയും ഒരു വലിയ ടീമുമായിട്ടാണ് മാച്ച്. ഹീറോയിൻ ഫസ്റ്റ് മാച്ച് ജയിക്കും. നെക്സ്റ്റ് റൗണ്ടിൽ ഇവർ വേറൊരു ടീമിൻ്റെ കൂടെയാണ് കളിക്കേണ്ടത്. എന്നാൽ ഹീറോയ്ക്ക് ആ മാച്ച് ജയിക്കാൻ പറ്റൂല. ഇത് കണ്ട് ഇവൻ്റെ ടീമിലുള്ളവർ ഇവനെ വഴക്കൊക്കെ പറയും. നീയാണ് നമ്മുടെ ടീം ലീഡർ, എന്നിട്ട് നീ ഇങ്ങനെ മാച്ച് തോറ്റാലോ എന്നൊക്കെ. അങ്ങനെ മാച്ചൊക്കെ കഴിഞ്ഞ് ഇവർ തിരിച്ച് യൂണിവേഴ്സിറ്റിയിൽ വരും. ഹീറോയിന് ഇവർക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കും. എന്നാൽ ഇവർ ഇവളെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് വിഷമിച്ച് പോകും. എന്നിട്ട് ഹീറോ വീണ്ടും ആർച്ചറി പ്രാക്ടീസ് ചെയ്യും. എന്നാൽ ഹീറോയ്ക്ക് ആർച്ചറി നേരെയൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഇവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി സോറിയൊക്കെ ചോദിച്ചിട്ട് പറയും, ഞാൻ ഈ ഗെയിം വിട്ട് പോവാണ്, ഞാൻ കാരണം നിങ്ങളുടെ കരിയർ സ്പോയിൽ ആവരുതെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകും. ഹീറോയിന് ഇവൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ ആർച്ചറിയിൽ നിന്ന് പോണേന്നൊക്കെ. എന്നാൽ ഹീറോയ്ക്ക് ഈ ടോപ്പിക് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇവളെ അവോയ്ഡ് ചെയ്ത് അവ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവൻ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് ആർച്ചറി പ്രാക്ടീസ് ചെയ്യും. ഇവൻ്റെ കോച്ച് അവിടെ പോയി ഇവനെ നല്ലപോലെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യും. എന്നിട്ട് ഈ കോച്ച് പറയും, നീ അബ്രോഡിൽ പോ, അപ്പോൾ നിനക്ക് നല്ലപോലെ ആർച്ചറി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഹീറോ അബ്രോഡിൽ പോയി ആർച്ചറി നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ വരും. ഇപ്പോൾ ഹീറോയ്ക്ക് നല്ലപോലെ തന്നെ ആർച്ചറി ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവൻ്റെ ടീമിനെയൊക്കെ ജയിപ്പിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുകയാണ്. ഹീറോയിൻ്റെ ഫ്രണ്ട് ഹീറോയിൻ്റെ റൂംമേറ്റിനെ കല്യാണം കഴിച്ച് ഹാപ്പിയായി ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഹീറോയിനും കല്യാണം കഴിച്ച് ഹാപ്പിയായി ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടെ ഈ ഒരു ഡ്രാമ തീരെയാണ്. ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുക.